السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിന്റെ അവസാന പത്തിലെ അതിപ്രധാനപ്പെട്ട ദിവസമാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ ഏറെ പ്രതീക്ഷിക്കുന്ന വെള്ളിയാഴ്ച ദിവസം കൂടി ചേർന്ന് വരുന്ന മഹത്തായ രാവ്. അല്ലാഹുവേ, ഈ വിശുദ്ധമായ രാവിൽ ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. വെള്ളിയാഴ്ചയുടെ പകലും വെള്ളിയാഴ്ചയുടെ രാവും, ഈ രണ്ട് സമയങ്ങളും വലിയ പ്രാധാന്യമുള്ളതാണ്, മഹത്വമുള്ള സമയമാണ്. സ്വലാത്തുകൾ അധികമായി വർദ്ധിപ്പിക്കേണ്ട സമയങ്ങളാണ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നേരിട്ട് ഈ സ്വലാത്തുകൾ എത്തിക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ കൂടുതലായി സ്വലാത്തുകൾ ചൊല്ലുകയാണ്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവായതുകൊണ്ട് തന്നെ റമളാനിന്റെ അവസാന പത്തിലെ അദ്കാറുകളും അതുപോലെ തന്നെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ലൈലത്തുൽ ഖദറിനെ പ്രതിപാദിക്കുന്ന ആ ഒരു സൂറത്തും കൂടി ഓതി ഇൻഷാ അല്ലാഹ് അല്ലാഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തസ്ബീഹുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ കഴിഞ്ഞ മജ്ലിസുകളിൽ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് കളക്ഷൻ നടത്തിയപ്പോൾ അതിലേക്ക് ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്, പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കണേ അല്ലാഹ്. വേറെയും ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുഴുവൻ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ളവർക്കൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. രോഗികൾക്ക് ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റുകളൊക്കെ ചൊല്ലി നമുക്ക് അവസാനം ദുആ ചെയ്യണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദിക്റുകളിലേക്കും സ്വലാത്തുകളിലേക്കും നമ്മൾ കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഫാത്തിഹ വിളിച്ച് ഇന്നത്തെ ദിവസം അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ആയത്തുൽ കുർസി ഓതുകയാണ് നമ്മൾ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الصلاة والسلام عليك يا رسول الله. 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 الصلاة والسلام عليك يا رسول الله.
الصلاة والسلام عليك يا رسول الله 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 خذ بأيدينا قلت حيلتنا أدركنا يا رسول الله അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ലൈലത്തുൽ ഖദ്ർ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനേ. പ്രത്യേകിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്താൻ, മദീനത്ത് പോയി സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ഒരുപാട് മുഅ്മിനീങ്ങൾ, പാവങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ ഖജനാവ് വിശാലമാണല്ലോ. ഞങ്ങളൊക്കൊന്ന് മദീനയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. മദീനയിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ റഹ്മാനേ. ഇനി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനെ കൂടി കൂട്ടി ചൊല്ലുകയാണ്. എല്ലാവരും ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم റഹ്മാനായ റബ്ബേ ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനേ അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ് വിശുദ്ധമായ റമളാനിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ് റമളാൻ പ്രതികൂലമായാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്തിന് നിൽക്കൂല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ മുഅ്മിനീങ്ങളെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ അതിന് ഉത്തരം ഉണ്ട് ഇതെന്റെ അനുഭവമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണല്ലോ അതുകൊണ്ട് ആ വിശ്വാസത്തോടെ നമ്മൾ ചോദിക്കുകയാണ് അല്ലാഹുവേ ആഖിറത്തിൽ ശഫാഅത്ത് ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് തരണേ അല്ലാഹ് റമളാനിന്റെ ശഫാഅത്ത് തരണേ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ലിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിമിയ എന്നാണ് അറിയപ്പെടുന്നത് മുഅ്മിനീങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിന്റെ മാസമാണല്ലോ അവിടുത്തെ വഫാത്തിന്റെ മാസമാണല്ലോ മഹദിയായ ആയിഷ ബീവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലാം ചൊല്ലിക്കോ ഒരുമിച്ച് 100 വരെ ഇനി ഫാത്തിമിയ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله റഹ്മാനായ അല്ലാഹ് ഞങ്ങൾ ഫാത്തിമ ബീവിയുടെ സ്വലാത്ത് ചൊല്ലി ഈ സ്വലാത്തിന്റെ ബറകത്ത് കൊണ്ട് മുത്തുനബി തങ്ങളോടൊപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹയോടൊപ്പം സഹാബത്തിനോടൊപ്പം മറ്റുള്ള മുഴുവൻ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ ഒപ്പം സ്വർഗത്തിൽ ഞങ്ങൾക്കൊരിടം നൽകണേ അല്ലാഹ്. ചോദിക്കാൻ ഞങ്ങൾക്കൊരർഹതയുമില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഈ റമളാനിന്റെ പുണ്യമാകപ്പെട്ട സമയത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റസൂലുള്ളാഹിനെ മുൻനിർത്തിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് വിശുദ്ധമായ റമളാനിന്റെ ദിക്റുകളാണ്. അവസാനത്തെ 10 ഇത്ഖിന്റെ ദിവസമാണല്ലോ. ആഖിറത്തിൽ ചൊല്ലുമ്പോൾ നരകാവകാശികളുടെ ലിസ്റ്റ് കാണുമ്പോൾ അതിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. അതിന് ചോദിക്കാൻ പറ്റിയ സമയമാണ്. നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കാൻ പ്രത്യേകമായൊരു 10 തന്നെയാണ് അവസാനത്തെ 10. മുഅ്മിനീങ്ങളെ നമ്മൾ ചോദിക്കുകയാണ്. 10 തവണ വീതം ചൊല്ലാം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് അഫ്വിനെ ചോദിച്ചുകൊണ്ട് അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് അതും ഒരു 10 തവണ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണല്ലോ. ഇന്നാ അൻസൽനാഹു സൂറത്തുൽ 21 തവണ ചൊല്ലി തസ്ബീഹ് കൂടി ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അതുകൊണ്ട് ചൊല്ലിക്കോ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ 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 اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم إنك عفو تحب العفو فاعف عني 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 اللهم إنك عفو تحب العفو فاعف عني
اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني اللهم إنك عفو تحب العفو فاعف عني അല്ലാഹുവേ ഞങ്ങൾക്ക് യതുഖും മിനന്നാർ നൽകണേ അല്ലാഹ് നരകമോചനം നൽകണേ അല്ലാഹ് സ്വർഗ്ഗപ്രവേശനം നൽകണേ റഹ്മാനേ അല്ലാഹുവേ നിന്റെ അഫൂ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് പാപമോചനം തരണേ അല്ലാഹ് ചെയ്തു പോയ തെറ്റുകളൊക്കെ മാപ്പാക്കണേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഒരു 21 തവണ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസവും രാവുമാണല്ലോ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ദിവസവും രാവുമാണല്ലോ അതുകൊണ്ട് ചൊല്ലിക്കോ ലൈലത്തുൽ ഖദറിനെ പ്രതിപാദിക്കുന്ന സൂക്തം ഇന്നാ അൻസൽനാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر إن شاء الله അല്പം തസ്ബീഹ് ചൊല്ലുകയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കലിമത്തുകളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇൻഷാ അല്ലാഹ് ഈ തസ്ബീഹ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده
സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മജ്ലിസിലേക്ക് ഹദിയകൾ നൽകിക്കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹദിയകൾ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി പിരിവ് നടത്തിയപ്പോൾ അതിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിൽ നിയ്യത്താക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് ലക്ഷ്യമാക്കി നൽകിയവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് മുഅ്മിനീങ്ങൾ വ്യത്യസ്തങ്ങളായ മുറാദുകൾ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല. കമന്റിലൂടെ പറഞ്ഞവരുണ്ട്, വാട്സപ്പിലൂടെ പറഞ്ഞവരുണ്ട്, കോൾ ചെയ്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിവിധങ്ങളായ ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ലാഹ്, വീട്ടി കൊടുക്കണേ അല്ലാഹ്. വാടക വീടുകളിൽ താമസിക്കുന്ന വീടില്ലാത്തവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാത്തവർക്കൊക്കെ വീട് കൊടുക്കണേ അല്ലാഹ്. അതിനുള്ള വഴികൾ എന്താണെങ്കിലും നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ജോലികളിലൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഐക്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, വീട്ടിൽ സമാധാനം നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാഹ്. കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് പല സ്ത്രീകളും ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും കുടുംബത്തിലെ പ്രശ്നങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്, നീക്കി കൊടുക്കണേ അല്ലാഹ്. റാഹത്തിലാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങൾ എല്ലാവരും ചൊല്ലിയ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ വീടിന് തറയിട്ട് സ്ഥലം വാങ്ങിയവരുണ്ട്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്, എളുപ്പമാക്കണേ അല്ലാഹ്. പ്രവാസികളായ ഒരുപാട് ആളുകൾ അല്ലാഹുവേ പ്രയാസത്തിലാണ്. ഈ യുദ്ധം തുടങ്ങിയത് മുതൽ വളരെ വിഷമത്തിലാണ്. അല്ലാഹുവേ, പുതിയതായി ബിസിനസ്സൊക്കെ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അവരൊക്കെ വലിയ ബേജാറിലാണ്. അല്ലാഹുവേ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ മക്കളൊക്കെ എക്സാം എഴുതിയ സമയമാണ്. SSLCയും +2 ഒക്കെ എക്സാമുകൾ നടക്കുന്ന, പലതും എഴുതി കഴിഞ്ഞ സമയമാണ്. അല്ലാഹുവേ, അതുപോലെ തന്നെ വലിയ ഉന്നത പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ എൻട്രൻസ് എക്സാമും അതുപോലെ നീറ്റും മറ്റുമൊക്കെ എഴുതിയവരുണ്ട്. അല്ലാഹുവേ, നീ വലിയ ഉന്നത വിജയം കൊടുക്കണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്, നല്ല ഭാവി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. സഹോദരിമാർ അതുപോലെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി റെഡിയാകാൻ അല്ലാഹുവേ, ജോലി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലിയിൽ പ്രയാസം പറഞ്ഞവരുണ്ട്. റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ, കമന്റിലൂടെ പറഞ്ഞവരുണ്ടോ, നിനക്കറിയാമല്ലോ അല്ലാഹ്, നിനക്കറിയാമല്ലോ റഹ്മാനെ. എല്ലാം റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈ ലൈലത്തുൽ ഖദ്ർ തരണേ അല്ലാഹ്, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു പ്രയാസവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി പരീക്ഷിക്കല്ല റഹ്മാനെ. ഞങ്ങൾക്കത് താങ്ങാനാകില്ല. ഈമാനും തഖ്വയും കുറഞ്ഞവരാണ്. അല്ലാഹു, ഞങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളെ വിഷമത്തിലാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ, ഈ റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അല്ലാഹ്. പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവർ ഞങ്ങൾ ആരെയും കുടുംബത്തെയൊന്നും നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, നീ ഉൾപ്പെടുത്തല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും അസർ നിസ്കാരത്തിന് ശേഷം മജ്ലിസ് ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ആ സമയത്ത് തന്നെ ചൊല്ലുക. ഒഴിവ് സമയമില്ല, ആ സമയത്ത് ഒഴിവില്ലാത്ത ആളുകൾ മഗ്‌രിബിന് ശേഷവും പിറ്റേ ദിവസമൊക്കെ ആയിട്ട് ഈ മജ്ലിസിൽ പങ്കെടുത്ത് എല്ലാവരും ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിന് ഇജാബത്ത് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.